സ്റ്റുഡൻസ്, അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. അറൈസ്. അറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ദാറ്റ് സ്റ്റോർസ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. ആർ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ദാറ്റ് സ്റ്റോർസ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. കൺസിഡർ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുകയാണ്. ഇൻ എ കോമ ബി കോമ സി. ഇൻ എ കോമ ബി കോമ സി. അപ്പം എ ബി സി എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ് ഓഫ് ടൈപ്പ് ഇൻഡിജർ. ഇൻഡിജർ ടൈപ്പ് വേരിയബിളാണ് എയും ബിയും സിയും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇതിന് വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നീഡ് 3 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. വി ഹാവ് ടു നീഡ് 3 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സി ഇൻ സി കേട്ടോ. അപ്പം 3 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ഇൻഡിജർ. 3 വേരിയബിളും ഓഫ് സെയിം ടൈപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ 3 വേരിയബിളിന് വാല്യൂ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഞാൻ 3 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു. കൺസിഡർ ആൻ എക്സാമ്പിൾ. ഒരു പ്രോഗ്രാമിനകത്ത് 100 ഡേറ്റ ഉണ്ടെന്ന് വെച്ചാൽ 100 വേരിയബിൾസ് ഉണ്ട് ഓഫ് സെയിം ടൈപ്പ്. അപ്പോൾ ഞാൻ എന്തോ ചെയ്യണം? 100 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ഇങ്ങനെ എഴുതണം. ഓരോ എലമെൻറ്റ് വാല്യൂ ഞാൻ എൻ്റർ ചെയ്യണമെങ്കിൽ, ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് 100 ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ എഴുതുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം വളരെ ലെന്തി ആവും. ദ പ്രോഗ്രാം ബിക്കം വെരി ലെന്തി. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ ആയിട്ടാണ് സാധാരണ നമ്മൾ ഈ അറേസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അറേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 or 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നെ അറേക്കകത്ത് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ ഔട്ട്പുട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ അറേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ലെ സീക്വൻഷ്യൽ മെമ്മറി ലൊക്കേഷനാണ്. ദാറ്റ് സ്റ്റോർസ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. അപ്പോൾ അറേയുടെ ഡെഫിനിഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. Array is a collection of same type of data. Same type of data stored in continuous memory location. Continuous എന്നുള്ള അർത്ഥമാണ്. Continuous memory location under a single name. Under a single name. Array is a collection of same type of data stored in contiguous memory location under a single name. അതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അറേക്കകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരിക്കും നമ്മളെപ്പോഴും മെമ്മറിക്കകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അറേ ഡിക്ലറേഷനാണ്. അറേ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡിക്ലെയറിംഗ് ദ അറേ. അറേ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. അറേ ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. നമ്മൾ ആദ്യം ഡേറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്.
അപ്പോൾ ആ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് അറേ. ഓക്കെ, അപ്പം അതിനെ ഡിക്ലെയർ ചെയ്യാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഡിക്ലെയറിങ് അറേ. അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് പോകുന്നത് തന്നെയാണ് അറേയും ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിൾ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്? ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡേറ്റ ടൈപ്പ് അറേ നെയിം സൈസും കൂടെ വരും. മറ്റേ ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, ഇവിടെ ഡേറ്റ ടൈപ്പ് അറേ നെയിം സൈസ്. Data type array name size. For example, int a of 3, int a of 3 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അറേ ഡിക്ലറേഷൻ. ഈ എന്ന് പറയുന്ന അറേയുടെ പേര്, അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ഇൻറ്റീജർ, എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ട്? 3 മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മെമ്മറി ലൊക്കേഷനുള്ള ഇൻറ്റീജർ ടൈപ്പ് അറേ നമുക്ക് ഫോം ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് അറേ. ഈ മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന വേരിയബിൾ വെച്ചാണ്. ഓക്കെ, ഈച്ച് മെമ്മറി ലൊക്കേഷൻ ഹാസ് ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഓരോ മെമ്മറി ലൊക്കേഷനെയും അഡ്രസ്സും ഉണ്ടാകും, അതിന് സബ്സ്ക്രിപ്റ്റും ഉണ്ടാകും അല്ലെങ്കിൽ ഇൻഡെക്സ് ഉണ്ടാകും. ഓക്കെ, 0 1 2 0 1 2 3 മെമ്മറി ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് 0 1 2. അപ്പോൾ ഈ ഓരോ മെമ്മറി ലൊക്കേഷനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്നും പറയും, സബ്സ്ക്രിപ്റ്റ് എന്നും പറയും. ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് വിത്ത് 0. 0യിൽ നിന്നാണ് ഓൾവേസ് സബ്സ്ക്രിപ്റ്റ്, ഒരു അറേയുടെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ 4 മെമ്മറി ലൊക്കേഷനാണ് ഉള്ള ഒരു അറേ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു മെമ്മറി ലൊക്കേഷൻ കൂടെ ഇവിടെ വരും, എന്ത് ഇൻഡെക്സ് ഒന്ന് കൂടും, 0 1 2 3. ക്ലിയർ ആയോ? അപ്പം ഡിക്ലറേഷൻ ഓഫ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ് അറേ നെയിം സൈസ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിളാണ് എഴുതിയത്, ഇൻറ്റ് എ ഓഫ് 3. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മെമ്മറി ലൊക്കേഷനുള്ള ഇൻറ്റിജർ ടൈപ്പായിട്ടുള്ള ഒരു അറേ എനിക്ക് ഫോം ചെയ്ത് കിട്ടും. ആ അറേയെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്നുള്ള ആൽഫബറ്റ് യൂസ് ചെയ്തായിരിക്കും. ഈച്ച് മെമ്മറി ലൊക്കേഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ സബ്സ്ക്രിപ്റ്റ്. ഇറ്റ്സ് അറേക്ക്, എല്ലാ അറേക്കും, ഏത് അറേക്ക് ആയിക്കോട്ടെ, അറേക്ക് ഒരു സബ്സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 to ദ സൈസ്, എത്രയാണോ സൈസ് അതുവരെ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം 3 സൈസ് എങ്കിൽ 2 വരെ പോകും. ഇൻഡെക്സ് എതുവരെ പോകും? 2 വരെ പോകും. കാരണം എന്താണ്? ഇൻഡെക്സ് സ്റ്റാർട്ടഡ് ഫ്രം 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് 3 സൈസുള്ള ഒരു അറേ ആണെങ്കിൽ ഇൻഡെക്സ് എവിടം വരെ പോകും? 2 വരെ പോകും. ഇപ്പോൾ കൗണ്ട് വരുന്നത് 0യിൽ നിന്നാണ്, 0 1 2. ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വേറൊരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, ഫ്ലോട്ട് a of 5. ഇപ്പം എന്താ സംഭവിക്കുന്നത്? b of 5. 4 മെമ്മറി ലൊക്കേഷനുള്ള ഫ്ലോട്ട് ടൈപ്പ് അറേ എനിക്ക് ഫോം ചെയ്ത് കിട്ടും. ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0.
അറേയുടെ ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. അപ്പം 0, 1, 2 ഇതാണ് അറേ ഡിക്ലറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. വേരിയബിൾ ഡിക്ലറേഷൻ പോലെ തന്നെയുള്ളൂ അറേ ഡിക്ലറേഷൻ, വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ആകുമ്പോൾ ഇത് ഓരോ മെമ്മറി ലൊക്കേഷൻ എത്ര ബൈറ്റ്സ് ആയിരിക്കും? 4 ബൈറ്റ്സ് ആയിരിക്കും. ഫ്ലോട്ട് ആണെങ്കിലും എത്ര ബൈറ്റ്സ് ആയിരിക്കും? 4 ബൈറ്റ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഫ്ലോട്ട് എടുക്കുന്ന എത്ര ബൈറ്റ്സാണ്? ഫ്ലോട്ട് എടുക്കുന്നത് 4 ബൈറ്റ്സ് ആണ്. അതുപോലെ ഇൻറ്റിജർ എടുക്കുന്നത് 4 ബൈറ്റ്സ് ആണ്. അപ്പോൾ ഓരോ മെമ്മറി ലൊക്കേഷനും 4 ബൈറ്റ്സ് ആയിരിക്കും. അതാണ് അറേ ഡിക്ലറേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഡിക്ലറിങ് അറേ. അടുത്ത പറയുന്നത് മെമ്മറി അലോക്കേഷൻ ഓഫ് അറേസ്. മെമ്മറി അലോക്കേഷൻ ഓഫ് അറേസ്. മെമ്മറി അലോക്കേഷൻ ഓഫ് അറേസ്. ഞാൻ ഇൻറ്റ് എ ഓഫ് 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് മെമ്മറി അത് കൺസ്യൂം ചെയ്യും? ഓക്കെ, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എത്ര മെമ്മറി കൺസ്യൂം ചെയ്യുമെന്നുള്ളതിന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. ഫോർമുല ഇതാണ്: ടോട്ടൽ ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി അത് കൺസ്യൂം ചെയ്യും ഈസ് ഈക്വൽ ടു, ജനറൽ ഫോർമുലയാണ്, ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ്. സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. Size of array. Size of array type into size of array. ഓക്കെ, അപ്പോൾ ഞാനൊരു വേരിയബിൾ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് എ ഓഫ് സൈസ് 3. അപ്പം എ എന്നാണ് അറേയുടെ പേര്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 ആണ്. അതിൻ്റെ ആ അറേയുടെ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്ര എമൗണ്ട് ഓഫ് മെമ്മറി അല്ലെങ്കിൽ എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുക്കുമെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൈസ് ഓഫ് അറേ ടൈപ്പ്. സൈസ് ഓഫ് അറേ ടൈപ്പ്. ഇൻറ്റിജർ എത്ര ടൈപ്പ് എടുക്കുന്നത്? എത്ര എമൗണ്ട് ഓഫ് മെമ്മറി എടുക്കും? 4 ബൈറ്റ്സ് എടുക്കും അല്ലേ? ഓക്കെ, അപ്പം 4 ഇൻറ്റു 3. സൈസ് ഓഫ് അറേ എത്രയാ? 3. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു ക്ലിയർ ആയോ? ഇപ്പോൾ ഞാൻ മാറ്റുകയാണ്. ഡബിൾ ഇൻറ്റു മാറി ഞാൻ ഡബിൾ ആക്കുന്നു. ഡബിൾ എ ഓഫ് 3. ഡബിൾ കൺസ്യൂം ചെയ്യുന്ന മെമ്മറി എത്രയാണ്? ഈസ് ഈക്വൽ ടു 8. 8 മെമ്മറിയാണ് ഡബിൾ കൺസ്യൂം ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത്. ഇൻറ്റു സൈസ് ഓഫ് അറേ. സൈസ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പം 8 ഇൻറ്റു 3 എത്ര എടുക്കും? 24 ബൈറ്റ്സ് ഓഫ് മെമ്മറി കൺസ്യൂം 24 ബൈറ്റ്സ് ഓഫ് മെമ്മറി കൺസ്യൂം ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പറയും ഹൗ മച്ച് മെമ്മറി ടേക്കൺ ഫോർ ദി അലോക്കേഷൻ. മെമ്മറി അലോക്കേഷൻ എത്ര മെമ്മറി ബൈറ്റ്സ് എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കും. ഓക്കെ, ഇതാണ് മെമ്മറി അലോക്കേഷൻ ഓഫ് അറേസ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് അറേസ് എന്താണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഡിക്ലറേഷൻ ഓഫ് അറേ. സെയിം ആസ് വേരിയബിൾ ഡിക്ലറേഷൻ തന്നെയാണ്. ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം മാറ്റിയിട്ട് നമ്മൾ എന്താ പറയും? അറേ നെയിം, സൈസും കൂടെ കൂടുതൽ കയറി വരും, അതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ മെമ്മറി അലോക്കേഷൻ ഓഫ് അറേസ് നോക്കി.
അടുത്ത ഇനി പറയുന്നത് അറേ ഇനിഷ്യലൈസേഷൻ. അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ, അല്ല, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നതും അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാല്യൂ നമ്മൾ അറേക്കകത്ത് സ്റ്റോർ ചെയ്യും. അതിനെയാണ് നമ്മൾ അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ നമുക്കറിയാം. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 8 എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളാണ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. എയിലേക്ക് എത്ര വാല്യൂ സ്റ്റോർ ചെയ്തു? 8 എന്നുള്ള വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. ഇതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. ഓക്കെ, ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ അറേയും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത് ബ്രേസസിനകത്തായിരിക്കും. വി പുട്ട് ബ്രേസസ് ടു ഗിവ് വാല്യൂസ്. ബ്രേസസിനകത്താണ് നമ്മൾ എപ്പോഴും വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അറേ ഇനിഷ്യലൈസേഷനാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അറേ initialization. In score of 5, in the score of 5, ഒരു വേരിയബിൾ, ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓഫ് നെയിം സ്കോർ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ ആൻഡ് സൈസ് 5. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മെമ്മറി ലൊക്കേഷനുള്ള ഒരു മെമ്മറി ഏരിയ എനിക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. അതിൻ്റെ പേരെന്താണ്? സ്കോർ. ആ മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കോർ എന്നുള്ള നെയിം വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ എല്ലാ മെമ്മറി ലൊക്കേഷനും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഓരോ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. സ്റ്റാർട്ട്സ് ഫ്രം 0. അപ്പം 0, 1, 2, 3, 4. ഓരോ മെമ്മറി ലൊക്കേഷനും 4 ബൈറ്റ്സ് ആയിരിക്കും. കാരണം എന്താണ്? അത് ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ പോവുകയാണ്, അറേ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? നമ്മൾ വാല്യൂ എന്തിനകത്ത് കൊടുക്കും? ബ്രേസസിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇൻറ്റ് സ്കോർ ഓഫ് 5 ഈസ് ഈക്വൽ ടു ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളിനെയാണ് നമ്മൾ ബ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, 25, 35, 45, 55, 65. ഇതിൻ്റെ ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യും. 5 മെമ്മറി ലൊക്കേഷനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 5 വാല്യൂ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ഓഫ് ആദ്യത്തെ മെമ്മറി എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂ, ആദ്യത്തെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? അപ്പോൾ സ്കോർ ഓഫ് 0 ഈസ് ഈക്വൽ ടു 25. സ്കോർ അതിൻ്റെ പേര് 0, 25ലേക്ക് അത് സ്റ്റോർ ചെയ്യും. അടുത്ത സ്കോർ ഓഫ് 1 ഈസ് ഈക്വൽ ടു 35. മനസ്സിലാകാൻ വേണ്ടിയാണ് എഴുതുന്നത്. ഇങ്ങനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ 25, 35 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യും. 35. ഓക്കെ, അടുത്ത സ്കോർ ഓഫ് 2 ഈസ് ഈക്വൽ ടു 45. ഓക്കെ, അടുത്ത സ്കോർ ഓഫ് 3 is equal to 55. Okay, at the score of 4 is equal to 65. So 55. ഇങ്ങനെ വാല്യൂ അറേക്കകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പോൾ വേറൊരു
വേറൊരു ഡിക്ലറേഷൻ, ഒരു ഇനിഷ്യലൈസേഷൻ പറയുന്നുണ്ട് നിങ്ങൾക്ക്. എന്ത് വാല്യൂ ആണെങ്കിൽ നമ്മൾ ബ്രേസിനകത്തേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ക്യാർ കോഡ് ഓഫ് 3 സൈസ് 3 എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ, കോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പാണ്? ക്യാരക്ടർ ടൈപ്പാണ്. അപ്പം അറയ്ക്കകത്ത് എന്ത് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ? ക്യാരക്ടർ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഡേറ്റയെ ക്യാരക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ സിംഗിൾ കോഡ്സിലാണ് അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്യാരക്ടർ ലിറ്ററൽ അല്ലേ? അപ്പോൾ നമ്മൾ സിംഗിൾ കോഡ്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും എ ബി. ഡബിൾ കോഡ്സ് സിംഗിൾ കോഡിനകത്ത് എന്ത് കൊടുത്താലും അത് ക്യാരക്ടറായിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 മെമ്മറി ലൊക്കേഷനുള്ള ഒരു അറേ ഫോം ചെയ്യും. അതിൻ്റെ ആ അറേയുടെ പേരെന്താണ്? കോഡ്. ഈ അറേയുടെ പേരാണ് കോഡ്. 0 1 2. എന്താ സംഭവിക്കുന്നത്? എ ബി സി എന്ന് സ്റ്റോർ ചെയ്യും. ഇതാണ് അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോട്ട് സ്കോർ ഓഫ് 5 എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഡേറ്റ ടൈപ്പ് അവിടെ മാറ്റി കൊടുക്കാം. പക്ഷേ എങ്കിൽ അറേ നെയിമും സൈസും നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സൈസ് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അറേ ഇനിഷ്യലൈസേഷൻ. ഓക്കെ, ഇനി പറയുന്നത് ആക്സസിങ് ദ എലമെൻറ്റ്സ് ഇൻ അറേ. ആക്സസിങ് ദ എലമെൻറ്റ്സ് ഇൻ അറേ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിന് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോവാണ്. ആക്സസിങ് ദ എലമെൻറ്റ്സ് ഇൻ അറേ. Accessing the elements in an array. ഒരു അറയ്ക്കകത്ത് ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു അറയ്ക്കകത്തുള്ള ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ ദ അറേ നെയിം വിത്ത് ദ സബ്സ്ക്രിപ്റ്റ്. അറേ നെയിമിൻ്റെ കൂടെ സബ്സ്ക്രിപ്റ്റ് കൂടെ നമ്മൾ പറഞ്ഞ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തോട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ ഔട്ട്പുട്ട് ചെയ്യാനും ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പം ഫോർ ആക്സസിങ് എലമെൻറ്റ്സ് ഇൻ ആൻ അറേ സ്പെസിഫൈ ഒരു അറേക്കകത്തുള്ള ഡേറ്റയെ ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്യുക മീൻസ് ഇൻപുട്ടിങ് ദ ഡേറ്റ ആസ് വെൽ ആസ് ഔട്ട്പുട്ടിങ് ദ ഡേറ്റ. അതാണ് ആക്സസിങ്. സാധാരണഗതി നമ്മൾ പറയുന്ന ആക്സസിങ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യുക. അറേയിലേക്ക് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുക, അതുപോലെ തന്നെ അറേയിൽ നിന്ന് വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സസിങ് എന്ന് പറയുന്നത്. അപ്പം ഒരു അറേക്കകത്തുള്ള എലമെൻറ്റിനെ എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അറേ നെയിമും വേണം, അതിൻ്റെ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റും വേണം. ഓക്കെ, അപ്പം സ്പെസിഫൈ ദ എലമെൻറ്റ്സ് ഇൻ ആൻ അറേ ക്യാൻ ബി ആക്സസ്ഡ് ബൈ സ്പെസിഫൈയിങ് the array name by specifying the array name with the subscript. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്നുള്ള പേർക്ക് നമ്മളവിടെ യൂസ് ചെയ്യും. അറേ നെയിം വിത്ത് ദ സബ്സ്ക്രിപ്റ്റ് അല്ലേ? സ്പെസിഫൈയിങ് ദ അറേ നെയിം വിത്ത് ദ സബ്സ്ക്രിപ്റ്റ്. താഴെ കാണുന്ന ഒരു ഫിഗർ നിങ്ങൾ കണ്ടോ? ആ ഫിഗറിൻ്റെ ഇതിനകത്ത് നമ്മൾ 5 വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. ആ അറേയുടെ പേരാണ് സ്കോർ. നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ആ ഡയഗ്രം തന്നെയാണ്.
എന്നിട്ട് അതിന് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് ഫ്രം 0, 1, 2, 3, 4. അപ്പോൾ എനിക്ക് ആദ്യത്തെ വാല്യൂ, അറയ്ക്കകത്ത് കിടക്കുന്ന ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ് അല്ലേ. അപ്പോൾ 25നെ എനിക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്, വി ഹാവ് ടു സ്പെസിഫൈ ദ അറേ നെയിം വിത്ത് ദ സബ്സ്ക്രിപ്റ്റ്. ഇപ്പോൾ 25 കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പം അറേ നെയിം എന്ന് പറയുന്നത് സ്കോർ. അപ്പോൾ എനിക്കിതിന് ഈ വാല്യൂ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എഴുതി കൊടുക്കണം? സി ഔട്ട് അറേ നെയിം എന്താണ്? സ്കോർ. അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്താണ്? 0. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, അറേ നെയിം സ്കോർ ഓഫ് 0. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടും? 25 എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. സപ്പോസ് എനിക്ക് മൂന്നാമത്തെ എലമെൻറ്റ്, അതായത് 45 ആണ് മൂന്നാമത്തെ എലമെൻറ്റ് അല്ലേ. കാരണം എന്താണ്, നമ്മൾ സബ്സ്ക്രിപ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ എലമെൻറ്റ് ഏതാണ്? 45 ആണ്. അപ്പോൾ എനിക്ക് 45 എന്നുള്ള എലമെൻ്റാണ് എനിക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കണം? സി ഔട്ട് സ്കോർ ഓഫ് 3. സി ഔട്ട് സ്കോർ ഓഫ് 3 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് എന്ത് വാല്യൂ ഔട്ട്പുട്ട് ചെയ്ത് 45 എന്നുള്ള വാല്യൂ ഔട്ട്പുട്ട് ചെയ്ത് കിട്ടും. ഓക്കെ. എനിക്ക് മൂന്നാമത്തെ അറേ എലമെൻറ്റും നാലാമത്തെ അറേ എലമെൻറ്റും സം ചെയ്യണമെന്ന് വെച്ചോളൂ. ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിൻ്റെ സം ചെയ്യണമെന്നുണ്ടെങ്കിൽ സം ഈസ് ഈക്വൽ ടു എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കണം? 45 എന്ന് പറയുന്നത് സ്കോർ ഓഫ് 2 അല്ലേ, സ്കോർ ഓഫ് 2 ആണ്, 2 ആണ്, സ്കോർ ഓഫ് 2 ആണ്. അപ്പം 45 എന്ന് പറയുന്നത് ഇൻഡെക്സ് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പം എനിക്ക് ആഡ് ചെയ്യേണ്ടത് 45ഉം 55ഉം കൂടെയാണ്. 45 പ്ലസ് 55 ആണ്. അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണം? സ്കോർ ഓഫ് 2 പ്ലസ് സ്കോർ ഓഫ് 3. മനസ്സിലായോ? സ്കോർ ഓഫ് 2 പ്ലസ് സ്കോർ ഓഫ് 3. That is equal to 45 plus 55 is equal to 100. ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഡേറ്റയ്ക്ക് അകത്തുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ ദ അറേ വിത്ത് ദ സബ്സ്ക്രിപ്റ്റ്, അറേ നെയിം വിത്ത് ദ സബ്സ്ക്രിപ്റ്റ്. അറേ നെയിമും സബ്സ്ക്രിപ്റ്റും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഒരു അറേക്കകത്തുള്ള എലമെൻറ്റിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാല്യൂ അറേക്കകത്ത് ഇൻപുട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസിങ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറേക്കകത്ത് വാല്യൂ ഇനിഷ്യലൈസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പ് മാത്രമല്ല, ഏതെങ്കിലും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വൈലോ ഡു വൈലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. int a of 3, i. a of 3 എന്ന് പറഞ്ഞൊരു അറേയാണ് അല്ലേ. അപ്പോൾ 3 മെമ്മറി സൈസ് ഉള്ള ഒരു അറേ എനിക്ക് ഫോം ചെയ്ത് കിട്ടും. ഓഫ് സൈസ് ഓഫ് നെയിം എ, അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 0, 1. ഞാൻ തൽക്കാലം ഫോർ ലൂപ്പാണ് അറേ ഇൻപുട്ട് ചെയ്യാൻ, വാല്യൂ അറേയിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. അപ്പോൾ ഞാൻ ഫോർ ലൂപ്പ് എഴുതാൻ പോവാണ്. ഐ എന്ന് പറയുന്നത് ഇസ് ഐട്രേഷൻ വേരിയബിൾ. ഐട്രേഷൻ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഐട്രേഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഫോർ സബ്സ്ക്രിപ്റ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യണം?
I is equal to 0. സെമിക്കോളൻ. ഇതൊക്കെ ജനറൽ സിൻടാക്സ് ആണ്, നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുള്ളതാണ്. I less than 3, I plus plus, I plus plus. ഈ വാല്യൂ ഇൻപുട്ട് ചെയ്യണം. C in A of I, C in A of I. ഓക്കെ, C in A of I. ആദ്യം ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പം C in A of 0, C in A of 0 ആദ്യത്തെ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറയാം. അപ്പം നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണ് 25. ലൂപ്പ് കറങ്ങി ഇവിടെ വരും. ഐയുടെ വാല്യൂ എത്രയാവും? 1 ആവും. 1 ഈസ് ലെസ് ദാൻ ഓർ 2 ആണോ? സോറി, ലെസ് ദാൻ 3 ആണല്ലോ. ആണ്. അപ്പം C in A of 1. എ എന്ന അറയിൽ ഫസ്റ്റ് ആദ്യത്തെ പൊസിഷനിൽ ഫസ്റ്റ് സബ് ഇൻഡെക്സിൽ വാല്യൂ ഇൻപുട്ട് ചെയ്യും. പറയാം C in 35. പിന്നെ ലൂപ്പ് കറങ്ങി ഇവിടെ വരും. ഐയുടെ വാല്യൂ എത്രയാവും? 2 ആവും. 2 ലെസ് ദാൻ 3 ആണ്. ആണ്. അപ്പം C in A of 2, A of 2. ഞാൻ ഇൻപുട്ട് ചെയ്യാണ് വാല്യൂ 40. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇൻപുട്ട് ചെയ്യാം. പിന്നെ ലൂപ്പ് കറങ്ങി വരും. ഐയുടെ വാല്യൂ എത്രയാവും? 3 ആവും. 3 ലെസ് ദാൻ 3 ആണോ? അല്ല. അപ്പോൾ വെച്ച് ലൂപ്പ് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാനും അറയ്ക്കകത്തേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ നമുക്ക് അറയിലേക്ക് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അറേസ്. അടുത്ത ഇനി നിങ്ങൾക്ക് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ അറേസ് ആണ്. ഓപ്പറേഷൻസ് ഓൺ അറേസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നിങ്ങൾക്ക് പറയുന്നത് ട്രാവേഴ്സൽ. അറേ ഓപ്പറേഷൻസ് അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ നിങ്ങൾക്ക് 4 പ്രധാനമായിട്ടും നിങ്ങൾക്ക് 3 ഓപ്പറേഷനാണ് പറയുന്നത്. അറേക്കകത്ത് 5 ഓപ്പറേഷൻസ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് 3 ഓപ്പറേഷൻസേ പറയുന്നുള്ളൂ. അപ്പോൾ അറേ ഓപ്പറേഷൻസ് 5 എണ്ണം ഉണ്ട്. ട്രാവേഴ്സൽ, സെർച്ചിങ്, സോർട്ടിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, മെർജിങ്. അപ്പോൾ ഇങ്ങനെ 6 ഓപ്പറേഷൻസ് ആണുള്ളത്. ഒന്ന് ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, സോർട്ടിങ്, മെർജിങ്. ഓക്കെ, അപ്പോൾ അറേ ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. അറേ ഓപ്പറേഷൻസ് അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രാവേഴ്സൽ. അടുത്തത് സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ. ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, സോർട്ടിങ് ആൻഡ് മെർജിങ്. ഇത്രയും ഓപ്പറേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത്. അറേ ഓപ്പറേഷൻസിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ട്രാവേഴ്സലുണ്ട്, സെർച്ചിങ് ഉണ്ട്, സോർട്ടിങ് ഉണ്ട്. ഈ 3 എണ്ണേ നിങ്ങൾക്കുള്ളൂ. 6 എണ്ണത്തിൽ 3 എണ്ണേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുള്ളൂ. ബാക്കി ഒന്നും തന്നെ പറയുന്നില്ല. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ചോദിക്കാം ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ അറേ, വാട്ട് ആർ ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ അറേ എന്ന് ചോദിക്കാം. അങ്ങനെ ഇത് എഴുതി വെക്കണം. ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസെർഷൻ, ഡിലീഷൻ, സോർട്ടിങ്, മെർജിങ്. 3 നമുക്ക് പഠിക്കാനുള്ളൂ. ട്രാവേഴ്സലും സെർച്ചിങ്ങും സോർട്ടിങ്ങും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാവേഴ്സൽ.
ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ആക്സസിങ് ദ എലമെൻറ്റ്സ് ഇൻ ദി അറേ അറ്റ് ലീസ്റ്റ് വൺസ്. ഒരു തവണയെങ്കിലും ആ എലമെൻറ്റിനകത്ത്, ആ അറേക്കകത്തുള്ള എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വിസിറ്റിംഗ് ദ എലമെൻറ്റ്സ് ഇൻ ദ അറേ, അങ്ങനെ വേണമെങ്കിലും പറയാം. ട്രാവേഴ്സൽ ഈസ് ദ പ്രോസസ് ഓഫ് വിസിറ്റിംഗ് ദ എലമെൻറ്റ്സ് ഇൻ ദി അറേ, അല്ലെങ്കിൽ ആക്സസിങ് ദ എലമെൻറ്റ്സ് ഇൻ ദ അറേ അറ്റ് ലീസ്റ്റ് വൺസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് accessing the elements in the array at least once. It is a process of accessing the elements in the array at least once. അതാണ് ട്രാവേഴ്സൽ. നമുക്ക് പ്രോഗ്രാമിംഗ് ലെവലിൽ ഈ വർഷം നിങ്ങൾക്കൊന്നും പറയുന്നില്ല. ഇതൊക്കെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലെവൽ വേണ്ടെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം, എൻ്റെ അല്ല, സർക്കാരിൻ്റെ. അപ്പോൾ പക്ഷേങ്കിൽ നമുക്ക് ഈ ട്രാവേഴ്സൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങൾക്കൊരു പ്രോഗ്രാം യൂസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് അത് ആ പ്രോഗ്രാം പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു അറയ്ക്കകത്തുള്ള എലമെൻറ്റിനെ നമ്മൾ ഒരു തവണയെങ്കിലും ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുക. ആ എലമെൻറ്റ് എന്താണ് അതിനകത്ത് കിടക്കുന്നതെന്നുള്ളത് നമ്മൾ പോയി നോക്കുന്ന ആ പ്രോസസ്സിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു C++ പ്രോഗ്രാമാണ് പറയുന്നത്. അത് ഞാൻ എഴുതാൻ പോവാണ്. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമും തുടങ്ങുന്നത് ഡയറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്താണ്, അല്ലേ? #include IOStream, അതുപോലെ യൂസിങ് നെയിം സ്പേസ് STD. ഇതെല്ലാ നിങ്ങൾ പഠിക്കുന്ന എല്ലാ C++ പ്രോഗ്രാമിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഞാൻ അത് രണ്ടും സ്കിപ്പ് ചെയ്യുകയാണ്. ഞാൻ ആ മെയിൻ ഫംഗ്ഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുകയാണ് ഇൻറ്റ് മെയിൻ. In a of 3, comma I. Okay. അടുത്ത Cout. Enter the elements. For I is equal to 0, I less than 3, I plus plus, Cin A of I. അത് ഞാൻ എഴുതുകയാണ്, അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം. For I is equal to 0, I less than 3, I plus plus. Okay. A of I is equal to A of I plus 1. A of I is equal to A of I plus 1. അടുത്ത Cout. The elements in the array are 4
I is equal to 0, I less than n, I less than 3, I plus plus, C out A of I. Return 0. Oh. Return 0. പ്രോഗ്രാം ഇതാണ്. എനിക്കൊരു അറേയിലേക്ക് എലമെൻ്റ് ഇൻപുട്ട് ചെയ്യണം. എന്നിട്ട് ആ എലമെൻ്റ് 1 ആഡ് ചെയ്യണം. ഓരോ എലമെൻറ്റും 1 ആഡ് ചെയ്യുക. എന്നിട്ട് ആ അറേ എനിക്ക് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ അതിനുള്ള പ്രോഗ്രാമാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇൻറ്റ് എ ഓഫ് 3 ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ് ഓഫ് സൈസ് എ ആൻഡ് അറേ നെയിം ഈസ് ഓഫ് സൈസ് 3 ആൻഡ് അറേ നെയിം ഈസ് എ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മെമ്മറി ലൊക്കേഷനുള്ള ഒരു അറേ ഫോം ചെയ്യും. 0, 1, 2 of name A. I is the iteration variable. I is the iteration variable. അടുത്ത ഔട്ട്പുട്ട് സ്ക്രീൻ. ഔട്ട്പുട്ട് ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ എഴുതാൻ പോവുകയാണ്. സി ഔട്ട് എൻ്റർ ദ എലമെൻറ്റ്സ്. നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സി ഔട്ട് എൻ്റർ ദ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ഫസ്റ്റ് വി ഹാവ് ടു ഇൻപുട്ട് ദ എലമെൻറ്റ് ഇൻ ദി അറേ. അപ്പം സി ഔട്ട് എൻ്റർ ദി എലമെൻറ്റ്സ്. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കും, എൻ്റർ ദി എലമെൻറ്റ്സ്. For I is equal to 0, I less than 3, I plus plus. ഐയുടെ വാല്യൂ എത്രയാണ്? ആദ്യം 0 ആണ്. കാരണം എന്താണ്? ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലാണ്. അപ്പോൾ 0 ലെസ് ദാൻ 3 ആണല്ലോ, ആണ്. അപ്പം സി ഇൻ എ ഓഫ് 0, സി ഇൻ എ ഓഫ് 0. എ ഓഫ് 0-യിലെ പൊസിഷനിൽ വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയാണ്. ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണ്. സേ 25. ലൂപ്പ് പിന്നെയും കറങ്ങി ഇവിടെ വരും. ഐ ഈക്വൽ ടു 1 അല്ല, ഐ പ്ലസ് പ്ലസ് ആണ്. ഐയുടെ വാല്യൂ അടുത്ത ലൂപ്പ് വരുമ്പോഴേക്കും ഐയുടെ വാല്യൂ എത്ര ഇൻക്രിമെൻ്റ് ചെയ്യും? 1 ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പം 1 ലെസ് ദാൻ 3 ആണോ? ആണ്. സി ഇൻ എ ഓഫ് 1, സി ഇൻ എ ഓഫ് 1. ഞാൻ വാല്യൂ എൻ്റർ ചെയ്തു 35, ഇൻപുട്ട് ചെയ്തു. എ ഓഫ് 1-ലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, സി ഇൻ എ ഓഫ് ഐ. അപ്പോൾ എന്താ സംഭവിക്കും? 35 എന്ന് ഞാൻ എൻ്റർ ചെയ്യും. ഓക്കെ, അടുത്ത ലൂപ്പ് കറങ്ങി ഫോർ ലൂപ്പിൽ തന്നെ വരും. ഐ ഈസ് ഈക്വൽ ടു 2 ലെസ് ദാൻ 3 ആണോ? ആണ്. അപ്പം സി ഇൻ എ ഓഫ് 2 ഈസ് ഈക്വൽ ടു 45. 45 എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തു. അത് എ ഓഫ് 2-ൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എൻ്റർ ദ എലമെൻറ്റ്സ്. അപ്പം 3 എലമെൻറ്റ്സ് ഞാൻ എൻ്റർ ചെയ്തു. 25, 35, 45. ഇതാണ് ഔട്ട്പുട്ട്. ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യണം. ആ ഔട്ട്പുട്ട് സ്ക്രീനാണ് ഞാൻ കാണിക്കുന്നത്. ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 3, ഐ പ്ലസ് പ്ലസ്. എ ഓഫ് ഐ ഈസ് ഈക്വൽ ടു എ ഓഫ് ഐ പ്ലസ് 1. ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലേ. എ ഓഫ് 0 ഈസ് ഈക്വൽ ടു എ ഓഫ് 0 പ്ലസ് 1. എ ഓഫ് 0 പ്ലസ് 1. എ ഓഫ് 0 എന്ന് വാല്യൂ എത്രയാണ്? 25. അപ്പം 25 പ്ലസ് 1 എത്രയായി? 26. അത് എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? എ ഓഫ് 0-ൽ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്താ അവിടെ സ്റ്റോർ ചെയ്യും? 26 സ്റ്റോർ ചെയ്യും. പിന്നെ ഈ ലൂപ്പ് ഇവിടെ വരും. ഐയുടെ വാല്യൂ എത്രയായി? 1 ആയി. 1 ലെസ് ദാൻ 3 ആണോ? ആണ്. എ ഓഫ് 1 ഈസ് ഈക്വൽ ടു എ ഓഫ് 1 പ്ലസ് 1. എ ഓഫ് 1 പ്ലസ് 1. എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35. ഓക്കെ, 35 പ്ലസ് 1.
എത്രയായി? 36 ആയി. അത് എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? എ ഓഫ് 1 സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പം 35 മാറി അവിടെ എന്തോ 36. പിന്നെയും ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയായി? 2 ആയി. 2 ലെസ് ദാൻ 3 ആണോ? 2 ലെസ് ദാൻ 3 ആണ്. എ ഓഫ് 2 ഈസ് ഈക്വൽ ടു എ ഓഫ് 2 പ്ലസ് 5. എ ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 45. 45 പ്ലസ് 1 എത്രയായി? 46 ആയി. അത് എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? എ ഓഫ് 2 സ്റ്റോർ ചെയ്യാൻ പറയുന്നു. അപ്പം 45 മാറി എന്തായി? ഓക്കെ, സം ചെയ്യുക, ഒന്ന് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ സ്റ്റോർ ചെയ്യുക. അടുത്ത 4i is equal to 0, i less than 3, i പ്ലസ് പ്ലസ്. നമ്മൾ ഇൻപുട്ട് ചെയ്തു, നമ്മൾ ഒന്ന് ആഡ് ചെയ്തു, അതിനെ ഔട്ട് ചെയ്യണം. ഔട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഈ പറയുന്നത്. 4i is equal to 0, i less than 3, i പ്ലസ് പ്ലസ്, സി ഔട്ട് എ ഓഫ് i. ഐയുടെ വാല്യൂ ആദ്യം എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ലെസ് ദാൻ 3 ആണോ? ആണ്. അപ്പോൾ സി ഔട്ട് എ ഓഫ് 0. സോറി, അതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സി ഔട്ട് ദ എലമെൻറ്റ്സ് ഇൻ ദ അറേ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കും, ദ എലമെൻറ്റ്സ് ഇൻ ദ അറേ. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, ദ എലമെൻറ്റ്സ് ഇൻ ദ അറേ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഫോർ i is equal to 0, i less than 3, i പ്ലസ് പ്ലസ്, സി ഔട്ട് എ ഓഫ് i. ആദ്യം ഐയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ലെസ് ദാൻ 3 ആണോ? ആണെങ്കിൽ സി ഔട്ട് ഓഫ് എ ഓഫ് 0. എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26. 20. അടുത്ത ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് ഇവിടെ വരും. ഐയുടെ വാല്യൂ എത്രയാവും? 1 ആവും. 1 ലെസ് ദാൻ 3 ആണോ? ആണ്. അപ്പം സി ഔട്ട് എ ഓഫ് 1. എ ഓഫ് 1 എത്രയാണ്? 36. എന്തോ പ്രിന്റ് ചെയ്യും? 36 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. പിന്നെ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാവും? 2 ആവും. 2 ലെസ് ദാൻ 3 ആണോ? ആണ്. അപ്പം സി ഔട്ട് എ ഓഫ് 2. സി ഔട്ട് എ ഓഫ് 2. എ ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 46. പിന്നെയും ഐയുടെ വാല്യൂ എത്ര ഇൻക്രിമെന്റ് ചെയ്യും? 3 ആവും. അല്ലേ? ഓരോ തവണ ലൂപ്പ് വരുമ്പോൾ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. അപ്പോൾ ഐയുടെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ 3 ആണോ? അല്ല. അപ്പോൾ എന്താ സംഭവിക്കും? ഈ ലൂപ്പ് ബ്രേക്ക് ആവും. ഓക്കെ, ഈ ലൂപ്പ് അവിടെ ബ്രേക്ക് ആവും. ഇതാണ് ട്രാവേഴ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് പഠിച്ചിരിക്കണം. ഈ പ്രോഗ്രാം പഠിച്ചേ പറ്റത്തുള്ളൂ, ചോദിക്കും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സോർട്ടിങ്ങും സെർച്ചിങ്ങുമാണ്. പിന്നെ 2 ഡയമെൻഷണൽ അറേ, അത് അടുത്ത സെക്ഷനിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.